നമസ്കാരം. ഓരോ വെള്ളിയാഴ്ചയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ദിവസമാകുന്നു. ഈ ദിവസങ്ങളിൽ ദേവിയെ ശരിയായ വണ്ണം ആരാധിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യവും നിറയുന്നതാണ്. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു ദിവസമായി തന്നെ നാളത്തെ ദിവസത്തെ കണക്കാക്കാം. നാളെ മഹാവെള്ളിയാഴ്ചയാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും ദേവിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഈ നമ്പർ നിങ്ങൾ നാളെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സൗഭാഗ്യവും ഐശ്വര്യവും നൽകുന്നതാണ്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നമ്പറിനാണ് നാളെ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത്. ഈ നമ്പർ നിങ്ങൾ കൈകളിൽ അല്ലെങ്കിൽ എഴുതേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വിളക്കിന് മുൻപിലിരുന്ന് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ളത് വെള്ള പേപ്പറാകുന്നു. ഈ വെള്ള പേപ്പറിൽ മറ്റ് എഴുത്തുകൾ പാടുള്ളതല്ല. ഒരു വെള്ള പേപ്പർ എടുക്കുക. ശേഷം അതിൽ ശ്രീം എന്ന മഹാലക്ഷ്മി ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഈ നാമം എഴുതുക. ആദ്യം നിങ്ങൾ എഴുതണം. അതിന് താഴെയായി അല്ലെങ്കിൽ പേപ്പറിന്റെ മധ്യത്തിലായി 369 അഥവാ 369 എന്ന ദേവിയുമായി ബന്ധപ്പെട്ട നമ്പർ നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതുക. ആദ്യം ആവശ്യമുള്ളത് ഒരു വെളുത്ത പേപ്പർ ആകുന്നു. വെളുത്ത പേപ്പർ ഒരെണ്ണം എടുക്കുക. ആ പേപ്പറിൽ മറ്റ് എഴുത്തുകൾ ഒന്നും തന്നെ പാടുള്ളതല്ല. ഈ പേപ്പറിൽ 369 എന്ന നമ്പറാണ് എഴുതേണ്ടത്. എന്നാൽ ഈ നമ്പർ എഴുതുന്നതിന് മുൻപ് ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ടതായ നാമം ശ്രീം എന്ന ദേവിയുടെ ഈ നാമം ബീജാക്ഷരം തീർച്ചയായും നിങ്ങൾ പേപ്പറിന് മുകളിലായി എഴുതുക. അതിന് താഴെയായാണ് 369 എന്ന നമ്പർ നിങ്ങൾ എഴുതേണ്ടത്. എന്നാൽ എഴുതുമ്പോൾ ആ മഷിക്കും പ്രാധാന്യം നൽകണം. എഴുതാൻ ഉപയോഗിക്കുന്നതായ മഷി നീല അല്ലെങ്കിൽ പച്ചയായിരിക്കണം. എന്നാൽ ചുവന്ന മഷിയാണ് എങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് നിറങ്ങളിലുള്ള മഷി എടുക്കുന്നത് അത്ര ശുഭകരമല്ല. ഇനി ചെയ്യേണ്ടത് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ദേവിക്ക് ഒരു തുളസി സമർപ്പിക്കുക എന്ന കാര്യമാണ്. ഈ സമയം നിങ്ങൾ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിലവിളക്കിന് മുൻപിലായി തന്നെ ഈ തുളസി സമർപ്പിക്കുക. ഈ തുളസിയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതായ ഈ പേപ്പറിന്റെ നടുക്ക് വയ്ക്കേണ്ടത്. ശേഷം ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം കൂടി നിങ്ങൾ ജപിക്കുക. ആ മന്ത്രം ഇപ്രകാരമാണ്: ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലായ പ്രസീദ പ്രസീദ. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമഃ എന്ന ഈ നാമം കൂടി ജപിക്കുക. ശേഷം നിങ്ങൾ പേപ്പർ മടക്കുകയും ആ പേപ്പർ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഈ തുളസിയില നിങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫലങ്ങൾ അനുകൂലമാകണം എന്നില്ല. ഈ പറയുന്ന മന്ത്രം, അതായത് പരാമർശിച്ചിരിക്കുന്നതായ മന്ത്രം നിങ്ങൾക്ക് പേപ്പർ മടക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും ജപിക്കാവുന്നതാണ്. അപ്രകാരവും ചെയ്യാം. തീർച്ചയായും ഈ കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നിത്യവും ഈ പരാമർശിച്ചിരിക്കുന്നതായ മന്ത്രം 11 തവണ നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ പ്രത്യേകമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ചിലവ് കുറയ്ക്കുവാൻ സാധിക്കും. ആവശ്യത്തിന് നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം കൈകളിലേക്ക് വന്നു ചേരുകയോ ചിലവ് കുറയ്ക്കുന്നത് മൂലം പണം കൈകളിൽ നിൽക്കുന്നതായ സാഹചര്യമോ വന്നു ചേരാം. കൂടാതെ നിങ്ങളിലുള്ള പണം ഇരട്ടിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും.
പണം കൈകളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. കാരണം മഹാലക്ഷ്മി ദേവിക്ക് അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു മന്ത്രമാണ് ഇത്. തീർച്ചയായും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. നിത്യവും നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മഹാലക്ഷ്മി ദേവി നിങ്ങളെ കടാക്ഷിക്കുക തന്നെ ചെയ്യും. ശേഷം ഈ പേപ്പർ 4 മടക്കി പേഴ്സിൽ സൂക്ഷിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. എന്നാൽ പേഴ്സ് ഒരിക്കലും കേടുപാടുകൾ സംഭവിച്ചത് ആകുവാൻ പാടുള്ളതല്ല. കൂടാതെ പേഴ്സിൽ ബില്ലുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. പേഴ്സ് വൃത്തിയാക്കിയതിന് ശേഷം വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കാരണം അത്രമേൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇത്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ധനവശ്യം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. നാളത്തെ ദിവസത്തിന് പ്രാധാന്യമുള്ളതിനാൽ തന്നെ ചില വസ്തുക്കൾ പ്രത്യേകിച്ചും കണി കാണുന്നത് അത് ആ വീടിന് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകും. ആ കണികൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. തീർച്ചയായും ദേവതാ ചിത്രങ്ങൾ, പ്രത്യേകിച്ചും മഹാലക്ഷ്മി ചിത്രം നാളെ കണി കാണുന്നത് ഉണർന്ന ഉടനെയോ അല്ലെങ്കിൽ ആദ്യ 24 മിനിറ്റിലോ കണി കാണുന്നത് അതീവ ശുഭകരമാണ്. നാളെ പണം അല്ലെങ്കിൽ നാണയമാണ് എങ്കിലും തീർച്ചയായും കണി കാണുന്നത് സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. പാല് കണി കാണുന്നതും പാൽ തിളച്ച് പോകുന്നതായി കണി കാണുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇനി അഥവാ ഈ കാര്യങ്ങൾ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രകൃതിയാണ് എങ്കിലും ആകാശമാണ് എങ്കിലും കണി കാണുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ആ വ്യക്തികൾക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. തീർച്ചയായും ഈ കണിയാണ് എങ്കിലും കാണാം. കൂടാതെ നിങ്ങളുടെ വളർത്ത മൃഗങ്ങളെയാണ് എങ്കിലും കണി കാണാവുന്നതാണ്. എന്നാൽ ഒരിക്കലും തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ മനസ്സിന് വിഷമം നൽകുന്നതായ വാർത്തകൾ, ചിത്രങ്ങൾ, അത്തരത്തിലുള്ള വീഡിയോകൾ കാണുവാതിരിക്കുവാൻ ശ്രമിക്കണം. ആദ്യ 24 മിനിറ്റിൽ ഇപ്രകാരം കാണുന്നതും നിങ്ങളുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നതും ശുഭകരമല്ല. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമാണ്. ഇനി അഥവാ ദേവീക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാണ്. കുടുംബാംഗങ്ങളുടെയും ഏവരുടെയും തലയ്ക്ക് ഒരു നാണയം ഒഴിഞ്ഞതിന് ശേഷം ആ നാണയം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും നാളെ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകൾ നാൾക്ക് നാൾ ഉയരുക തന്നെ ചെയ്യും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, വിശ്വാസമാണ് പ്രാധാന്യം. ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പാടൂ.